അത് കണ്ടാൽ തന്നെ അറിയാം, വലിയ പ്രിപ്പറേഷനോടെ ഇരുന്ന് ഷൂട്ട് ചെയ്തൊരു റീലൊന്നുമല്ല, പെട്ടെന്ന് ഓഫീസിലെ സ്പേസിൽ നിന്ന് ഞാൻ ചെയ്തൊരു റീലാണ്. ഞാനിങ്ങനെ ഫോണിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ആർക്കും എഗനിസ്റ്റ് ആയിട്ടല്ല ഞാൻ സംസാരിച്ചെന്നുള്ളത്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം, ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് ഞാൻ വേറൊരാൾക്ക് എഗനിസ്റ്റ് അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു എന്നുള്ള തരത്തിൽ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ അശ്വതി ശ്രീകാന്ത് കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് പുള്ളിക്കാരത്തി റീലിൽ ഷെയർ ചെയ്യപ്പെട്ട അവരുടെ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ സംഭവത്തിൻ്റെ അകത്ത് അവരിപ്പം വീണ്ടും ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. കാരണം പൊതുവിൽ മൊത്തത്തിൽ അത് പരക്കെ പ്രചരിക്കപ്പെട്ടത് പേളിമാണിയെ കുറിച്ചാണ് ഈ പുള്ളിക്കാരത്തി പറഞ്ഞെന്നുള്ള കാര്യമാണ്. അതായത് പേളിമാണിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞെന്നുള്ള കാര്യം എന്നുള്ള രീതിയിലാണ് പൊതുവിൽ മൊത്തത്തിൽ ഉള്ളത്, പൊതുവിൽ ഉള്ള സംഭവം. ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈ പുള്ളിക്കാരത്തി എവിടെയും പേളിമാണിയെക്കുറിച്ച് പറഞ്ഞെന്നുള്ളത് പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ, അത് അവരെ മൊത്തത്തിൽ ഇവർ പേളിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഹെയ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചാരണം മൊത്തത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പോൾ എന്താണ് അവർ പറയുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഷെയർ ചെയ്യുണ്ടായി. അത് കണ്ടാൽ തന്നെ അറിയാം, വലിയ പ്രിപ്പറേഷനോടെ ഇരുന്ന് ഷൂട്ട് ചെയ്തൊരു റീലൊന്നുമല്ല, പെട്ടെന്ന് ഓഫീസിലെ സ്പേസിൽ നിന്ന് ഞാൻ ചെയ്തൊരു റീലാണ്. ഞാനിങ്ങനെ ഫോണിൽ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഹാപ്പൻ ടു സീ എ വീഡിയോ. ഒരു കുട്ടിയുടെ വീഡിയോ ആണ്, പേരൻസ് ആയിരിക്കണം ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ആ വീഡിയോ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ആ കുട്ടിയുടെ ഒരു കടുത്ത മെൽറ്റ് ഡൗൺ ആണ്. ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാരണം സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലർക്കും അത് കണക്ട് ആവും. അപ്പോൾ ഞാൻ ആരെയും പിൻ പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സിറ്റുവേഷൻ പറയുകയോ ആ ഗ്ലിംസസ് കാണിക്കുകയോ ചെയ്യാത്തത്. പണ്ടാണെങ്കിൽ ഒരു പക്ഷേ ഞാനും ഇതിനെ വാശിയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തുന്നത് എന്നൊക്കെ ചിലപ്പോൾ പണ്ടത്തെ നമ്മുടെ അറിവില്ലായ്മയിൽ ജഡ്ജ് ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ സോ മച്ച് ലേണിംഗ് ആൻഡ് ബീയിങ് എ പേരൻറ്റിംഗ് കോച്ച്, എനിക്കിപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് മനസ്സിലാവും ആ കുട്ടിക്ക് ആ സമയത്ത് ഹെൽപ്പ് വേണം. ആൻഡ് ഓൾസോ പേരൻസ് അതിനെക്കുറിച്ച് അത്രയും അവെയർ ആവുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ റീലായിട്ട് ചെയ്തിട്ടത്. ആ റീലിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കുട്ടികളുടെ മെൽറ്റ് ഡൗൺ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ടാൻഡ്രംസ് കാണിക്കുന്ന ടോഡ്ലേഴ്സിന് നമുക്കറിയാമല്ലോ, അപ്പോൾ അവർക്ക് ഒട്ടും ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മളത് എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും നന്നാവില്ല. ആ സമയത്ത് അവർക്ക് ക്യാമറ അല്ല ആവശ്യം, നമ്മുടെ പ്രസൻസ് ആണ് ആവശ്യം. ഒന്നാമത് കാര്യം മനസ്സിലായല്ലോ. അതായത് അവർ പറഞ്ഞ അതായത് ഞാൻ എൻ്റെ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പർട്ടിക്കുലർ വീഡിയോ കണ്ടതിലൂടെയാണ് ഈ പുള്ളിക്കാരത്തി ഇട്ട വീഡിയോ എനിക്ക് കാണാൻ വരെ സാധിച്ചത്. അതായത് ഈ ഷെയർ ചെയ്യപ്പെട്ട ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോക്കകത്ത് ഒരു കുഞ്ഞ് നിസ്സഹായ അവസ്ഥയിലിരുന്ന് കരയുന്നു. കരയുക എന്ന് പറഞ്ഞാൽ ഏങ്ങലടിച്ച് കരയുന്നു. ഏങ്ങലടിച്ചെന്ന് പറഞ്ഞാൽ ഒരു അമ്മ ആ ക്യാമറ അവിടെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ കുട്ടിയുടെ വീഡിയോ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി അങ്ങോട്ട് ഇങ്ങനെ ഏങ്ങി കരയുമല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏങ്ങി കരയുമ്പോൾ സാധാരണ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മാറോട് ചേർത്ത് വെച്ചിട്ട് പോട്ടെ കുഴപ്പമൊന്നുമില്ല, ഒന്നും അടിക്കത്തില്ല, അല്ലെങ്കിൽ വഴക്ക് പറയത്തില്ല എന്നൊക്കെ അച്ഛനമ്മമാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ അതുകൊണ്ട് അങ്ങനെ ഏങ്ങി കരയുന്ന കുട്ടിയുടെ മുമ്പിലും ക്യാമറ വെച്ച് പിടിച്ചുകൊണ്ട് ആ ഇമോഷനെ ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് ഇടുകയാണ്. അതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സുകളിലെ കമൻറ്റുകൾക്ക് അവർക്ക് അത് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം പ്രവണതകൾക്ക് കുറിച്ചാണ് ഈ പുള്ളിക്കാരത്തി പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം തന്നെ ഞാനും ആ ഒരു കാര്യത്തിന്. അപ്പോൾ നമ്മൾ ഈ എന്തുകൊണ്ട് ഈ കുട്ടികൾ കോണ്ടന്റ് ആവുന്നു, ഇവിടെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ അശ്വതി ശ്രീകാന്ത് ഈ പുള്ളിക്കാരത്തി പറയുന്ന കാര്യം വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ റീസെൻ്റ്ലി കുറേ അധികം കാര്യങ്ങൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഞാൻ അതിനകത്ത് പേരെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ പേളിമാണി എന്നുള്ളൊരു വ്യക്തിയെ ബിഗ് ബോസിൻ്റെ സീസൺ ഫസ്റ്റ് മുതലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത്രത്തോളം ഫാൻ ബേസ് ഉള്ള ഒരു ആങ്കർ ആയിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി D4 ഡാൻസിൻ്റെ ഒക്കെയാണ് അവരുടെ ലൈഫ് ഒരു ഇത് മൊത്തം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 10 മാസത്തിന് മുമ്പാണ് പേളിമാണിയെക്കുറിച്ച് ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ആ വീഡിയോക്കകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേളിമാണിക്കെതിരെ ഒരു സിനിമാ താരം, പുള്ളിക്കാരത്തി എന്തൊരു മെറിൻ മൈക്കിളോ എന്ന പുള്ളിക്കാരത്തി, അവരെന്തോ അന്ന് സംസാരിച്ച സമയത്ത് ഞാൻ അന്ന് പേളിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത്രയും നല്ല ഒരു പ്രവണതയായിട്ട് തോന്നി. മെറീന മൈക്കിൾ ഏതാണ്ട് 10 മാസത്തിന് മുമ്പ് ഞാൻ ആ ഒരു സംഭവത്തിൻ്റെ അത് പേളിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പേളി എന്നെന്തോ ഇത് കാണിച്ചു, ഇവരുടെ അവസരം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു. അന്ന് പേളിയുടെ ഭാഗത്തൊരു ന്യായം ഉള്ളവരെ എനിക്ക് തോന്നി. കാരണം അങ്ങനെ ഒരു സംഭവം പേളി ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തോന്നി. അത് ഞാൻ അന്ന് പേളിയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ഈ പേളിമാണിയെ കുറിച്ച് വിമർശിക്കേണ്ട സാഹചര്യം എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ബട്ട് റീസെൻ്റ്ലി ഞാൻ പറയുന്നു, ഇപ്പം പേളിമാണിയെക്കുറിച്ച് ഈ ഒരു കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുമ്പോൾ, ഇപ്പം പേളിമാണിയുടെ കുഞ്ഞുങ്ങളാണ് ആ 2 കുട്ടികൾ. ആ കുട്ടികൾ ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ആ കുട്ടികളെ പബ്ലിക്കിലേക്ക് അറിയുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാർ വീട്ടുകാർ തന്നെയാണ്. അത് നല്ലതായിട്ടായിരിക്കാം സമൂഹം എടുത്തിട്ടുണ്ടാവുക. ബഹുഭൂരിഷ ആൾക്കാർക്ക് അതൊരു മോശമായിട്ടുള്ള സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കെല്ലാം പേളിമാണിയുടെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, സംശയമൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു പേളിമാണിക്ക് ആ ആദ്യത്തെ കുട്ടി, അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞുങ്ങളെ ജനിച്ചതിന് ശേഷമൊക്കെയാണ് കുറച്ചുകൂടെ ആൾക്കാരുടെ ഒരു വമ്പൻ ഒരു ഫാൻ ബേസും കൂടെ കൊണ്ടായിട്ടുണ്ട്. ആ കുട്ടികൾക്ക് തന്നെ പ്രത്യേകിച്ച് ഫാൻ ബേസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ കുട്ടി ആ കുഞ്ഞു പ്രായത്തിൻ്റെ അകത്ത് നമ്മൾ അവരുടെ ഓരോരോ മൊമെൻറ്റ്സ് നമ്മളെല്ലാം പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്ത് അവർ സന്തോഷത്തുള്ളതും സങ്കടം വരുന്നതും പലതും ഷെയർ ചെയ്തിട്ട്
ആ ഒരു കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ആ കുട്ടിയെ നമ്മൾ മൊത്തത്തിൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. അതായത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഒരു കൊച്ചുകുട്ടി മാറുന്നു. ആ പബ്ലിക്കിലേക്ക് ആ കൊച്ചുകുട്ടി സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ആ കുട്ടിക്ക് അവരുടെ വ്യക്തിത്വം രൂപപ്പെട്ട് അതൊരു ഇൻഡിവിജ്വലായിട്ട് മാറിയതിന് ശേഷം ആ കുട്ടിക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം ഇതെനിക്ക് താല്പര്യമില്ലായിരുന്നു, അത് ആ ഒരു പ്രായത്തിൽ ചെയ്യുന്നുള്ള കാര്യം. ഇപ്പം പേളിമാണി മാത്രമല്ല, നോട്ട് ഓൺലി പേളിമാണി, ഒരുപാട് പേർ സോഷ്യൽ മീഡിയക്കകത്ത് കോണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കോണ്ടന്റ് ആക്കാൻ, ഓൺലി ഫോർ കോണ്ടന്റ്, മേക്കിംഗ് കോണ്ടന്റ് എന്നുള്ള സ്ഥലത്തേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് പുതിയ ആൾക്കാർ ഇപ്പം ഒളിച്ചോട്ടം, അത് ഒളിച്ചോടി കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി, ആദ്യം ഒളിച്ചോട്ടം യൂട്യൂബിലേക്ക് വരുന്നു, യൂട്യൂബിൽ ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ആവുന്നു. രണ്ടാമത് ആ ഒളിച്ചോട്ടത്തിന് ശേഷം ഈ കുട്ടി പ്രഗ്നൻ്റ് ആവുന്നു, പ്രഗ്നൻ്റ് ത്രൂ അതിനുശേഷമുള്ള കാര്യങ്ങൾ, ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ വ്ളോഗാകുന്നു. ആ വ്ളോഗിന് ആ സംഭവത്തിന് ശേഷം കുട്ടിയുടെ പ്രസവത്തിന് ശേഷം, പ്രസവത്തിന് മുമ്പുള്ള കുറേയധികം ചടങ്ങുകളുണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ അത് പ്രചരിക്കപ്പെടുന്നു, ഫുൾ മൂൺ, ഹാഫ് മൂൺ, അങ്ങനെ എന്തൊക്കെ പരിപാടി. അതിനുശേഷം ആ ഒരു പ്രസവം കഴിയുന്നു. പ്രസവത്തിന് ശേഷം കുട്ടിയെ തുടക്കത്തിലുള്ള ദിവസം മുതൽ കുട്ടികൾക്ക് പേരിടുന്ന മുതൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് അതും സോഷ്യൽ മീഡിയക്കകത്ത് വരുന്നു. അതായത് ഒരു കുട്ടി ജനിക്കുന്നതിനും ആ കുട്ടിയുടെ അച്ഛനമ്മമാർ ജീവിതം തുടങ്ങുന്നത് മുതൽ അതിനുശേഷം ആ കുട്ടി വളരുന്ന വളർച്ചയടക്കം എല്ലാ സോഷ്യൽ മീഡിയക്കകത്ത് ഇത് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഫ്യൂച്ചറിൽ വരണമെന്നില്ല, വരാൻ സാധ്യതയുള്ളത് അവരെ കാത്തിരിക്കുന്ന കടുത്ത ട്രോമയായിരിക്കും. മേ ബി അവർക്ക് ഈ ഒരു സാധനത്തിനോട് താല്പര്യമില്ലാത്ത ഒരു പക്വത എത്തുന്ന സമയത്ത്, പണ്ട് നമ്മുടെ കുട്ടികൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള കുശുമ്പ്, കുഞ്ഞായ്മ, മറ്റത് പലതും പബ്ലിക്കിലേക്ക് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്, നമ്മുടെ പ്രസൻസ് ഉള്ള സമയങ്ങളിൽ ആ ഒരു സാധനം കാണിച്ചിരുന്ന തന്നെ ഫ്യൂച്ചറിൽ ഈ സാധനം കാണുന്ന കുട്ടിക്ക് അത് ഇഷ്ടപ്പെടണമെന്നൊരു ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവരെപ്പോലുള്ള, അഥവാ പേളിമാണിയെപ്പോലുള്ള ആൾക്കാരും അവരുടെ കുട്ടികളെ ഇങ്ങനെ സജീവമായിട്ട് ഇപ്പോൾ കാണിക്കുന്നൊന്നും എനിക്കറിയുന്നില്ല, സജീവമായിട്ട് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരു ഇൻസ്പിറേഷനിലായി. കണ്ടോ, അതുപോലെ നമ്മുടെ കുട്ടിയും നമുക്ക് ഇച്ചിരി പബ്ലിക്കിൻ്റെ മുമ്പിൽ അറിയപ്പെടുത്തണം, നമുക്ക് സോ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇല്ലെന്ന് എങ്ങനെ പറഞ്ഞാൽ ശരിയാവും, ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ അകത്തിരുന്ന് എൻ്റെ 2 കുട്ടികളെ വെച്ചിട്ട് നിരന്തരമായിട്ട് കൊണ്ടുവരുമ്പോഴേക്കും നിങ്ങൾ പല ആൾക്കാരും ചോദിക്കും, ഇന്ന് മോനോടെ പോയി എന്ന് ചോദ്യം വരും. ആ ചോദ്യം വരുന്നതിനെ നിരന്തരമായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇപ്പം കുട്ടികളെ എത്രയോ കുട്ടികൾ നമ്മുടെ ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടു, സാന്ദ്ര തോമസിൻ്റെ കുട്ടികളുടെ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടു. അതിനുശേഷം ഇപ്പോൾ ആ ഒരു പരിപാടി അവർ നിർത്തി. കാരണം കുട്ടികളുടെ ആ ഒരു താല്പര്യക്കുറവ് എന്തോ അവരതിൻ്റെ മെച്യൂരിറ്റി എന്തോ ഒരു ഇതിലേക്ക് എത്തിയപ്പോഴേക്കും അത് മാറ്റി എന്നുള്ള കാര്യം പറയുന്നു. വേറെ ഏതൊക്കെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ പല കുട്ടികളുടെ വീഡിയോസ് ഇട്ടിരുന്നു, അത് പിന്നെ ഡിലീറ്റ് ചെയ്ത് ആ ചാനലിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നു, ആ പരിപാടി നിർത്തി എന്ന് പറയുന്നു. സോ അതുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയേക്കാം. പക്ഷേ അശ്വതി ശ്രീകാന്ത് ഒരിക്കലും ഈ അവരുടെ വീഡിയോയ്ക്കകത്ത് ഒരിക്കലും എങ്ങും ഈ പേളിമാണി എന്നോ മറ്റൊരു വ്യക്തികളുടെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ കണ്ടതാണ്, കേട്ടതാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആർക്കും എഗനിസ്റ്റ് ആയിട്ടല്ല ഞാൻ സംസാരിച്ചെന്നുള്ളത്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം, ഇത് ഭയങ്കര ക്ലിയർ ആയിട്ട് ഞാൻ വേറൊരാൾക്ക് എഗനിസ്റ്റ്, അവരെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു എന്നുള്ള തരത്തിൽ അതിനെ തംബ്നെയിലുകൾ വെക്കുകയും ഇത് പല പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യപ്പെട്ടു. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാണ്. നമ്മൾ എല്ലാവരും കൂടെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു വേൾഡിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയത്ത്, നമ്മൾ എങ്ങനെ ബെറ്റർ ആവാമെന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് നമ്മളിവിടെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാം. ഇവർ അവർക്കെതിരെ സംസാരിച്ചു, അപ്പോൾ അവരുടെ ഫോളോവേഴ്സ് വന്നിട്ട് ഇവർക്കെതിരെ എന്താണ് അവർക്ക് പറയാനുള്ളത്, ഇവരുടെ ഫോളോവേഴ്സ് എങ്ങനെ ഇവരെ ജസ്റ്റിഫൈ ചെയ്യാനുള്ളത്. സോ ഇത് ഭയങ്കര വേറൊരു ടേക്കിലേക്ക് പോകുന്നത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം ഇവിടെ ഇപ്പൊ അശ്വതി ശ്രീകാന്ത് ഉദ്ദേശിച്ച സംഭവം അതേപടി തന്നെ സമൂഹത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അശ്വതി ശ്രീകാന്തിന്റെ തെറ്റല്ല അത്. കാരണം നമ്മൾ പറയില്ലേ, ഈ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്നത് പോലെ അശ്വതി ശ്രീകാന്ത് പങ്കുവെച്ച വീഡിയോക്കകത്ത് വളരെ എവിഡന്റ് ആയിട്ട് ഈ പറയുന്ന വീഡിയോ ഞാനും കണ്ട ഒരാളാണ്. ആ വീഡിയോക്കകത്ത് ആ കുട്ടി അനുഭവിക്കുന്ന വിഷമം കണ്ട് സ്വാഭാവികമായിട്ട് ആരാണ് ഞാൻ, അതുകൊണ്ടാണല്ലോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമന്റ് നോക്കിയത്. അവിടെ ആ ഫസ്റ്റ് കമന്റ് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യരുത്, അത് ആ കുട്ടിക്ക് ഫ്യൂച്ചറിൽ അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ട്രോമ, അത് ശരിയല്ല എന്ന് ഇവർ വളരെയധികം നല്ല രീതിയിൽ വാക്കുകളോടുകൂടിയാണ് അശ്വതി ശ്രീകാന്ത് പറഞ്ഞേക്കുന്നത്. അതിന്റെ താഴെ ഒരുപാട് ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അതേ സ്ഥലത്ത് തന്നെ മറ്റു ചില വിവരമുള്ള ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, ഈ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് കൗൺസിലിംഗ് കൊടുക്കണം, ആ കുട്ടിയുടെ ലൈഫ് അത്രത്തോളം സ്പോയിൽ ആവാൻ സാധ്യതയുണ്ടെന്ന്. അതാ പറഞ്ഞ് വളരെയധികം വൾണറബിൾ ആയിട്ടുള്ള ആ ഒരു മൊമെന്റിനെ പോലും ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുകയും അതിൽ കുട്ടിയെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിക്ക് എഗെയിൻസ്റ്റ് അവരന്ന് സംസാരിച്ചു. സത്യമാണ്. ബട്ട് പീപ്പിൾസ് ആർ ഡിഫറെൻറ്റ്. അവരെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എന്താണ്, ഞാൻ അത് പറയുന്നില്ല, പോട്ടെ, ഇങ്ങനെയാണ് ആൾക്കാരങ്ങനെ പറയും. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാമെങ്കിലും അവരത് ചിന്തിക്കണമെന്നൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് താങ്കൾ പങ്കുവച്ച വീഡിയോക്കകത്ത് ആ വീഡിയോയുടെ താഴത്തെ കമൻറ്റ് ബോക്സ്, അഥവാ താങ്കളുടെ കമൻറ്റ് ബോക്സിൽ പോലും അല്ലെങ്കിൽ താങ്കൾക്കത് ഇത് ഇങ്ങനൊരു സ്പ്രെഡ് പോലും വരാത്ത, കാരണം ഈ പല സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാർ പോലും താങ്കളുടെ കമൻറ്റ് ബോക്സിൽ ഈ ഈ പേളിമാണിയുടെ അടക്കം പേരുകൾ അവിടെ മെൻഷൻ വന്നു. അപ്പം നമ്മളുടെ വീഡിയോ നമ്മളിട്ടു, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർക്ക് പബ്ലിക്കായിട്ട് അഭിപ്രായം പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ കമൻറ്റ് ബോക്സുകളിൽ വന്ന ഇപ്പോൾ പേളിമാണിയോ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരുണ്ടെങ്കിൽ ആ ഒരു സാധനം വരുമ്പോൾ അതിനെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ
അവിടെ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, അഥവാ ഈ പറയുന്ന ആൾക്കാർക്കും പറയാം. പക്ഷേ ഈ ഒരു കാര്യം കാണുന്ന വ്യക്തി മറ്റേ വീഡിയോ താങ്കളുടെ വീഡിയോക്കകത്തും ഇല്ല, അത് കണ്ടിട്ടും ഇല്ലാത്ത സ്ഥിതിക്ക് അതിനകത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളെ വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സാധനം ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ ഇപ്പം പേളിമാണി എക്സ് ഓർ വൈ, അപ്പം പേളിമാണി അല്ലെങ്കിൽ മറ്റൊരാൾ, അപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൻ്റെ അകത്തും ഈ വീഡിയോ ഇട്ടതിൻ്റെ താഴെ ഒരുപാട് ഇതുപോലെ ക്രിയേറ്റേഴ്സിൻ്റെ പേരുകൾ വന്നു. അപ്പം അവരെയും ഈ പറയുന്ന ആൾക്കാരെ ബ്ലെയിം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വീഡിയോ സ്ഥിരം കാണുന്നവരായിരിക്കാം, അപ്പോൾ ഇവരെ കാണുന്ന ആൾക്കാരായിരിക്കുമല്ലോ ഈ കമന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് താങ്കളുടെ ഉദ്ദേശശുദ്ധിയെ ഒരിക്കലും ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല, കറക്റ്റായിരുന്നു. ബട്ട് അത് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് ഈ സർക്കിളിൽ അഥവാ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഇന്ന വ്യക്തി ഇത് സ്ഥിരം ചെയ്യുന്നുണ്ട് എന്ന് തോന്നൽ വന്നേക്കാം. അതായിരിക്കാം അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന അറിയപ്പെടുന്ന വ്യക്തി ചിലപ്പോൾ പേളിമാണി ആയതുകൊണ്ടാവാം ഈ ഒരു കമൻസ് വന്നിട്ടുണ്ടാവുക. അത് ഭയങ്കര ഇപ്പം പേളിമാണി ഇപ്പം മോശമായിട്ട് കുട്ടികളെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ടോർച്ചർ ചെയ്ത്, അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് നുള്ളി കരയിപ്പിച്ച്, അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ലേഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടികളെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിൽ ആ കുട്ടികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവരുടെ പക്വത എത്തുന്ന പ്രായത്തിൽ മാത്രം സംഭവിക്കേണ്ടതാണ്. അത് അപ്പോഴേ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. അത് മേ ബി അവർ ചിലപ്പോൾ ശരിയാക്കുമായിരിക്കാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് താങ്കൾ പറഞ്ഞതിനകത്ത് ഇങ്ങനെ ആ പബ്ലിക് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്തതിനെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ജെനുവിനായിട്ട് മനസ്സിലായിട്ടുള്ള കുറേ ആളുകളുണ്ട്, അതിൻ്റെ ഉദ്ദേശം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ കഴിഞ്ഞും കൂടുതൽ ഇതിൻ്റെ തമ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ മാത്രം വായിച്ചിട്ട് ഇത് മറ്റേ ആൾക്കെതിരെ ഇയാൾ പറഞ്ഞതാണ് എന്നുള്ള തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം എന്താ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഓക്കെ, ഞാനത് തീർച്ചയായിട്ടും ഞാൻ ഇത് കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഒരിക്കലും ആ സ്ത്രീ അഥവാ അശ്വതി ശ്രീകാന്ത് ഒരിക്കലും അങ്ങനെ ഒരു പദപ്രയോഗത്തിലൂടെയോ ഒരു മുനവച്ച വർത്തമാനത്തിലൂടെയോ പേളിയെയോ മറ്റുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സംഭവം ഉപയോഗിച്ചിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ വീഡിയോക്കകത്ത് നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പേളിയെക്കുറിച്ച് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് ടൈറ്റിലാണെങ്കിലും തമ്പനിയിലാണെങ്കിലും അത് ബ്ലർ ചെയ്തിട്ടാണെങ്കിലും പേളി എന്നുള്ള പേര് മാത്രമായിട്ടുണ്ട്. അല്ലാതെ അശ്വതി ശ്രീകാന്ത് പേളിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞൊന്നും ഞാനെങ്കിലും പറഞ്ഞിട്ടൊന്നുമില്ല, പറയത്തുമില്ല. എൻ്റെ വീഡിയോക്കകത്ത് അത് ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോഴും ആ വീഡിയോ അവൈലബിൾ ആണ്, താഴെ കണ്ടു നോക്കിയാൽ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ഇത്രയേ ഉള്ളൂ. സമൂഹത്തിന് ചിന്തിക്കുന്നൊരു പക്ഷമുണ്ട്. അതിനകത്ത് ഇപ്പം ഹെയ്റ്റ് എന്നുള്ളൊരു സംഭവം, ഇപ്പം പേളിയുടെ വളർച്ച, പേളിയുടെ ഭയങ്കരമായിട്ടുള്ള പീക്കിൽ നിൽക്കുന്നൊരവസ്ഥ, അതൊക്കെ ചിലപ്പം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം. അതാ പറഞ്ഞത്, അന്ന് മെറിൻ മൈക്കിൾ എന്ന് പേളിക്ക് അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞ വീഡിയോക്കകത്ത് പേളി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് പോലും എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് കുറേ കമൻറ്റ് വന്നു. കുറേ അധികം ആൾക്കാർ അനുകൂലിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. കുറേ അധികം കമൻറ്റ് നമുക്ക് അഗേൻസ്റ്റ് വന്നു, നിനക്ക് എത്ര തന്നു, അല്ലെങ്കിൽ നീ പേളിയുടെ പിയർ, നമ്മളെ സ്ഥിരം കേൾക്കുന്നതാണ്, ഇതൊക്കെ നമ്മൾ യൂസ്ഡ് ആണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം എന്തായിരുന്നാലും അശ്വതി ശ്രീകാന്ത് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആരോ ഹെയ്റ്റ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ഇതൊന്നുമില്ല. അതുപോലെ തന്നെ അശ്വതിക്കെതിരെ വന്നിരുന്നു കമൻറ്റ്. എന്താണ് ഇവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടു, ഇവർ ഈ മുൻകാലങ്ങളിൽ ഇവരുടെ സ്വന്തം കൊച്ചിനെ വെച്ചിട്ടൊക്കെ വീഡിയോ ചെയ്ത് ഇവരാണോ മറ്റുള്ളവരൊന്ന് ഉപദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ വ്യക്തമായ മറുപടിയുണ്ട്. മദ്യപാനിയായിരുന്നു, മദ്യപാനം നിർത്തിയതിന് ശേഷം അവർ പിന്നീട് പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ മദ്യപിക്കരുത്, അതിന് ഇത്ര വശങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് തെറ്റാണോ എന്ന് പറയുന്നു. സോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാൻ ബേസ് കൂടുതലുള്ള ആൾക്കാർക്ക് ആ ഫാൻസിൻ്റെ ആൾക്കാർ തമ്മിലുള്ള ഒരു അടി സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കും. ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ചിലപ്പോൾ അങ്ങനെ വന്നൊന്നും വരാം. അത് ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ കാര്യം മനസ്സിലാവും, ഇല്ലാത്തവർ കടന്നടി കൂടും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.